10 ദിവസത്തിന് ശേഷം നമ്മൾ കോട്ടോപ്പാടത്ത് എത്തിക്കൊണ്ടോ എത്തിയാൽ മാത്രം പോരാ ഡ്യൂട്ടി തുടങ്ങണ്ടേ. അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മൾ മുറ്റത്തുമെന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. മുറ്റം കണ്ടിട്ട് ആകെ കിളി പോയി നിൽക്കുകയുണ്ടോ. കാരണം മുറ്റത്ത് ചവറോ കാര്യങ്ങൾ കൂടുതലായിട്ടില്ല, മരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ഈ ചെടികൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് പുല്ല് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് അലക്കുൽക്കായിട്ട് കുറേ ഐറ്റംസ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റെഡിയാക്കി എടുക്കണം. ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഞാൻ എടുക്കണില്ല, കാരണം നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ഓരോന്ന് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വരും, വീഡിയോസ് എടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ മുറ്റാണ് ഇന്ന് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെയുള്ള ചെറിയ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് ഒന്ന് അടിച്ചു വാരി, പിന്നെ നമുക്ക് ഉണങ്ങിയ ഇലകളും വാടിയ ഇലകളും ഒക്കെ വീണതും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് ഐറ്റംസുകളൊക്കെ പോയി കിടക്കും. കാറ്റടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കിടക്കുമല്ലോ ചവറൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കുകയുണ്ടോ. നമ്മൾ നോക്കുന്ന ടൈമിൽ ചപ്പ് ഉണ്ടാവില്ല, പക്ഷെ അടിച്ചു വാരി കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ചപ്പുണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ ചപ്പയേ തോന്നണില്ലല്ലോ മുറ്റത്ത്, പക്ഷെ അതാ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്രയും ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടോ. കുറച്ച് ദിവസം നമ്മൾ പെരയിൽ പോയി നിന്ന് വന്നാൽ പിന്നെ എങ്ങനെയൊക്കെ ആദ്യം മുതലേ ക്ലീനിങ് തുടത്തണം. അപ്പോൾ എന്തായാലും മുറ്റം ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചുകൊണ്ടോ ഞാൻ. ഇതേപോലെ ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഇടാം. പിന്നെ അത് ഞാൻ മാളിക്കുന്ന് പോകുന്ന ടൈമിൽ 2 കറുകത്തുണ്ടായിരുന്നു, അത് ഉണങ്ങി വാടി ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ഏകദേശം വീഴാറായി നിൽക്കുന്നുണ്ട്. അതും ഇത് തൈ വാങ്ങി നട്ട കറുകത്താണോ, അടിപൊളി കറുകത്തേക്കാരം. എന്തായാലും അത് പോയി, ഇനി ജസ്റ്റ് ടൈം ഉള്ളതും വീഴാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ ഏകദേശം ക്ലീൻ ആക്കി ആകെ ക്ഷീണിച്ചു ഗൈസ്. കാരണം വെയിൽ കണ്ടില്ലേ, നല്ല വോൾട്ടേജിലാണ് വെയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തെ പണികൾ നോക്കാം. സിറ്റ് ഔട്ടിൻ്റെ കോലം ഇതാണ്. ആദ്യം തന്നെ ഇതെടുത്ത് വലിച്ചെറിയാം, കാരണം നമ്മളില്ലാത്ത ടൈമിൽ ഏതെങ്കിലും തണ്ടി പട്ടികളയിൽ കയറി കടന്നിക്കണോന്ന് അറിയില്ല. മഴയൊക്കെ പെയ്തതല്ലേ, അപ്പോൾ ജസ്റ്റ് അതിൽ കയറി കടന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം പുറത്തേക്ക് അതിട്ടു, പിന്നെ വെള്ളം പാർന്ന് ആദ്യം ഈ ഐറ്റംസൊക്കെ അവിടെ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. കാരണം നമ്മൾ വെള്ളം പാർന്ന് കഴുകുമ്പോൾ അതൊരു തടസ്സമാണ്. അപ്പോൾ എന്തായാലും വെള്ളം പാർന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഇതേപോലെ വൈപ്പ് ചെയ്ത് കളഞ്ഞു. പിന്നെ സോപ്പിൻ്റെ ലിക്വിഡ് കലക്കിയത് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് നല്ലോണം വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടോ. പൊടിയും ചളിയൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. വണ്ടി പോകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കാരണം ഫുള്ള് പൊടിയിട്ടോ. അടുത്ത ടാസ്ക് ഈ വിൻഡോ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈക്രോ ഫൈബറിൻ്റെ ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ടവലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് തുടച്ചെടുക്കാനൊക്കെ നല്ല ഈസി ഉണ്ടോ. ഗ്ലാസ് ആണെങ്കിലും നമുക്ക് കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡ് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വെറുതെ ഒന്ന് തുടച്ചെടുക്കാം, എന്നാലേ ഒന്ന് ക്ലീൻ ആവുള്ളൂ. പിന്നെ ഇതേപോലെ കുറച്ച് പ്രാണികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കും കേട്ടോ. അത് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി തന്നെ വേണം. ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് അകത്തുനിന്ന് നോക്കുമ്പോഴും പുറത്തുനിന്ന് നോക്കുമ്പോഴും ഇത് പ്രത്യേകിച്ച് അറിയാൻ പറ്റും ക്ലീൻ ചെയ്തു എന്നുള്ളത്. ഈ ക്ലോത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചോട്ടോ. യൂസ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് കഴുകാനും ഒക്കെ എളുപ്പമുണ്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പൊടി പിടിച്ച് കിടക്കുകയുണ്ടോ. കാരണം നമ്മളല്ലേ വണ്ടി പോകുമ്പോൾ പൊടി ഫുള്ള് ഇതിനകത്തേക്കാണ്. പിന്നെ ഈ ഒരു ചെയറും കൂടി ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമുക്ക് നനച്ചുള്ളി പണി എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതേപോലെ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇങ്ങനെ വരാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.